നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ പോലീസ് കസ്റ്റഡി നാളെ വൈകുന്നേരം 5 മണി വരെ നീട്ടി. അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. ദിലീപ് നൽകിയ ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും. പോലീസിനെതിരെ പരാതിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് ദിലീപ് മറുപടി നൽകി. കേസന്വേഷണം തുടരാനായി കസ്റ്റഡി നീട്ടണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നാളെ വൈകുന്നേരം 5 മണിവരെ ദിലീപിന്റെ കസ്റ്റഡി നീട്ടിക്കൊണ്ട് അങ്കമാലി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മതിയായ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതേസമയം തെളിവുകളുണ്ടെങ്കിൽ എന്തിന് പോലീസ് മാപ്പുസാക്ഷിയെ തേടുന്നുവെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ കോടതിയിൽ ചോദിച്ചു. 1-ാം പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിൽ 11-ാം പ്രതിയെ കൊണ്ടുപോകുന്നതിന്റെ യുക്തി ചോദ്യം ചെയ്ത പ്രതിഭാഗം അഭിഭാഷകൻ പുറത്ത് മാധ്യമ വിചാരണയും വിധിന്യായവുമാണ് നടക്കുന്നതെന്നും വാദിച്ചു. ജാമ്യാപേക്ഷ വാദത്തിന് വേണ്ടി നാളെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. മാപ്പുസാക്ഷിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സാക്ഷിയില്ലാത്തതുകൊണ്ട് മാപ്പുസാക്ഷി അന്വേഷിച്ച് നടക്കണം പോലീസ്. കസ്റ്റഡി ആപ്ലിക്കേഷൻ നാളെ 5 മണി വരെ കൊടുത്തിട്ടുള്ളൂ. ജാമ്യാപേക്ഷ നാളെ ഉച്ചയ്ക്കാണ്. അപ്പൊ അതുവരെ എന്തെങ്കിലും ചെയ്യണ്ടേ കോടതി? ഈ മാപ്പുസാക്ഷിയെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു സംശയമില്ല. അതേസമയം പോലീസിനെതിരെ പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന മജിസ്ട്രേറ്റ് ലീന റിയാസിന്റെ ചോദ്യത്തിന് പരാതി ഒന്നുമില്ല എന്ന് ദിലീപ് മറുപടി പറഞ്ഞു. കോടതി മുറിക്കുള്ളിലേക്ക് 10:45 എത്തിച്ച ദിലീപ് അക്ഷോഭ്യനായിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദമുഖങ്ങൾ സശ്രദ്ധം കേട്ട ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ബേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നാദർഷായെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് സൂചന. ഇക്കാര്യം മനസ്സിലാക്കിയതോടെ അപ്പുണ്ണി ഒളിവിൽ പോയി. നാദർഷായ്ക്ക് വേണ്ടി സഹോദരൻ സമദ് നോട്ടീസ് കൈപ്പറ്റി. കാവ്യ മാധവനെ ചോദ്യം ചെയ്തില്ല എന്ന് ആലുവ റൂറൽ SP AV ജോർജ് റിപ്പോർട്ടറിനെ അറിയിച്ചു. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയോട് നാളെ അന്വേഷണ സംഘം മുൻപാകെ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും സംവിധായകൻ നാദർഷയും ശ്രമിച്ചതായി കണ്ടെത്തിയതോടെയാണ് ഇരുവരെയും വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയത്. വേണ്ടിവന്നാൽ ഇരുവരെയും കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെയാണ് അപ്പുണ്ണി ഒളിവിൽ പോയത്. അപ്പുണ്ണിയുടെ 5 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. സ്വന്തം വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും കഴിഞ്ഞ 2 ദിവസമായി ഇയാൾ ചെന്നിട്ടില്ല. നാദർഷയുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് നാദർഷയ്ക്ക് വേണ്ടി അനുജൻ സമദ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനിടെ കാവ്യ മാധവനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെന്ന വാർത്ത പ്രചരിച്ചെങ്കിലും ഇക്കാര്യം റൂറൽ SP AV ജോർജ് നിഷേധിച്ചു. ചോദ്യം ചെയ്തിട്ടില്ല, ഇല്ലാത്ത കാര്യമാണത്. ഇല്ല, അതിന്റെ അന്വേഷണ ടീമല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആവശ്യമാണെന്നാലും ചോദിക്കും, ആണെങ്കിൽ ചോദിക്കും. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. പ്രതീഷ് ചാക്കോയുടെ നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നും നിലവിൽ പ്രതീഷ് ചാക്കോ പ്രതിയല്ലെന്നും പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ആലപ്പി അഷ്റഫ്, സുഭാഷ് ബാബു, PC ജോർജ്, ആസിഫ് ഹനീഫ്, ലിബർട്ടി ബഷീർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ സുഭാഷ് ബാബു, നോക്കൂ, പോലീസ് പറയുന്നത് ദിലീപിൻ്റെ കസ്റ്റഡി നീട്ടിക്കിട്ടണം. BMW കാർ കണ്ടെത്തിയിട്ടില്ല, മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല. പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്ത് മൊബൈൽ ഫോൺ എവിടെയാണ് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. മൊബൈലിൽ നിന്ന് മറ്റേതെങ്കിലും ഫോണിലേക്ക് ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല, അതുകൊണ്ട് കസ്റ്റഡി നീട്ടിക്കിട്ടണമെന്നാണ്. പ്രതിഭാഗം പറയുന്നത് തുടർച്ചയായി കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കും. കുറ്റാരോപിതർ ആണോ പോലീസിന് അന്വേഷണത്തിന് സഹായിക്കേണ്ടത്? നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് ഇപ്പോൾ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുടെ വൈഡ് ഗ്യാപ്പുകൾ, വലിയ വിടവുകൾ നികത്തുന്നതിന് വേണ്ടി കുറ്റാരോപിതനെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇത് അനുവദനീയമായ മാർഗമല്ല എന്നാണ്. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന വാദമാണ് യഥാർത്ഥത്തിൽ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചെങ്കിൽ പോലും നാളെ വൈകുന്നേരം 5 മണി വരെ മാത്രമാക്കി കോടതി അത് ചുരുക്കിയിരിക്കുന്നു. നാളെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതോടെ ഈ വിഷയം തീരുമാനിക്കും. പക്ഷേ ഇവിടെ വലിയ ഗ്യാപ്പുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ വലിയ ഗ്യാപ്പുണ്ട് എന്നും അത് നികത്തുന്നതിന് വേണ്ടി പ്രതിയെ ഉപയോഗിക്കുകയാണ്. പ്രതിക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ലല്ലോ, പോലീസിന് തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന. ആ നിലയിൽ ഈ കേസ് എങ്ങുമെത്താതെ പോവുകയാണോ, അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്ത വിധത്തിൽ ഇരുട്ടിൽ തപ്പുന്ന വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണോ?
ഇല്ല, കേസിൽ തെളിവുകളുണ്ട്, പക്ഷെ അത് പൂർണ്ണമല്ല. ആ പൂർണ്ണത പല ഗ്യാപ്പുകളുണ്ട്. അതായത് പരസ്പരം ബന്ധിക്കാൻ കഴിയാത്ത ചില ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകൾ നികത്തി ഒരു കുറ്റമറ്റ രീതിയിൽ ചെയിൻ ഓഫ് എവിഡൻസ് എല്ലാം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗ്യാപ്പുകൾ വളരെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ പ്രധാനപ്പെട്ട ഇതിനകത്ത് ഡിലേ ആണ്. ആ ഡിലേ അവർക്ക് കവർ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. 2013 കൂടാതെ 17 എക്സിക്യൂഷൻ, അതിന് അഡ്വാൻസ് 1.5 കോടിയായിട്ടും അഡ്വാൻസ് കൊടുക്കുന്നത് 2016 നവംബറിൽ. ഇതൊക്കെ അവിശ്വസനീയമായ കഥകളാണ്. അതുകൊണ്ട് പോലീസിനത് വിശ്വസനീയമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം, ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. എന്നാലും കോടതിയിൽ എത്തുന്ന അവസരത്തെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയെ അറസ്റ്റ് ചെയ്തു, ഒന്നും പറഞ്ഞില്ല, കസ്റ്റഡിയിലെടുത്തു എന്നിട്ടൊന്നും പറഞ്ഞില്ല, തിരിച്ച് അന്വേഷണം കഴിഞ്ഞ് പൂർത്തിയാക്കി അവിടെ കൊണ്ടുവന്നു, എന്നിട്ട് ജയിലിൽ പോയതിനു ശേഷം 3 പ്രാവശ്യം റിമാൻഡിന് എക്സ്റ്റൻഷൻ കൊണ്ടുവന്നു, ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുന്നു, കത്തെഴുതുന്നു. കത്തിലും ഫോൺ ചെയ്തെന്താണെന്ന് നമുക്കറിയില്ല. കത്തിനകത്ത് ഇതിനെപ്പറ്റി യാതൊന്നും പ്രതിപാദിക്കുന്നില്ല, ഭീഷണിയില്ല, നിങ്ങളാണ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നില്ല, അവിടെ എന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കഥ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അത് പോലീസ് ഉണ്ടാക്കുന്നതാണ് എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതല്ല എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിന് ഉപോത്ബലകമായ തെളിവ്, അതായത് ശൃംഖല മുറിയാതെ ഉള്ള തെളിവ് കൊടുക്കണം. കാരണം ഡിലേ ഉള്ളത് കൊണ്ട് ഇതിന് ശക്തമായ തെളിവ് വേണം. കോൺസ്പിറസി സാധാരണഗതിയിൽ കുറേയൊക്കെ വിസ്താര സമയത്ത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ശിക്ഷിക്കും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഒരുപാട് ഡിലേ. ആദ്യം നിഷേധിച്ച ആൾ, ആവർത്തിച്ച് നിഷേധിച്ച ആൾ പിന്നെ പറയുന്നു. അതും പ്രതിയിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഒരു കേസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കോടതിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ രീതിയിൽ ആയിരിക്കും അതിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പോലീസ് വളരെ കൂടുതൽ കഷ്ടപ്പെട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ അവരുടെ കേസ് ആകെ പാളിപ്പോകും. അത് പാളിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കസ്റ്റഡിയിൽ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കസ്റ്റഡി ഒരു ദിലീപിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ വലിയ PR വർക്ക് നടക്കുകയാണ്. സിനിമാ പ്രവർത്തകർ നേരത്തെ എടുത്തിരുന്ന നിലപാടിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. നമുക്കറിയാം, പ്രതി ചേർക്കുന്നതിന് മുമ്പ് ഒന്നടങ്കം ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ ആയിരുന്നില്ല, ദിലീപിൻ്റെ കൂടെയായിരുന്നു. പ്രതി ചേർത്ത ദിവസം പക്ഷേ സ്ഥിതി വ്യത്യസ്തമായി. വീണ്ടും കാര്യങ്ങൾ തിരിച്ചു വരികയാണ് എന്നൊരു സൂചനയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പത്രം വായിക്കുന്നവരും സോഷ്യൽ മീഡിയ വായിക്കുന്നവരും രണ്ടായി കാണണം. പത്രത്തിൽ വേറൊന്നും, സോഷ്യൽ മീഡിയയിൽ വേറൊന്നും. പത്രം എന്ന് പറയുമ്പോൾ ഞാൻ ടെലിവിഷൻ അടക്കമുള്ള മാധ്യമങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു PR വർക്ക് ഇപ്പോൾ സിനിമയിൽ നടക്കുന്നുണ്ടോ? അതിനു മുമ്പായിട്ടൊരു കാര്യം ഞാൻ പറയാം. ശ്രീ വിനയൻ, ബൈജു കൊട്ടാരക്കര, തുളസീദാസ്, രാജസേനൻ, ലിബർട്ടി ബഷീർ, മറ്റേ നമ്മുടെ അലി അക്ബർ, ഇത്രയും പേരാണ് ശരിക്കും ഇദ്ദേഹത്തിനെ ചാനലിലൂടെ എതിർക്കുന്നത്, ഈ ദിലീപിനെ എതിർക്കുന്നത്. പിന്നെ ഞാനും ഉള്ള കാര്യം തുറന്നു പറയുന്നത്, ഇതിനകത്ത് ഈ പറഞ്ഞ 6 പേർക്കും അവർക്ക് സിനിമാ സംബന്ധമായോ വ്യവസായ സംബന്ധമായോ തിയേറ്റർ സംബന്ധമായോ അല്ലെങ്കിൽ അവരെ ഉപരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ വ്യക്തമായ ഇതുണ്ട്, വൈരാഗ്യങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറയട്ടെ, ദിലീപുമായിട്ട് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും എനിക്കില്ല. എന്നെ കണ്ടാൽ അദ്ദേഹം പഴയ മിമിക്രിക്കാരൻ എന്ന നിലയിൽ വളരെ ബഹുമാനവും റെസ്പെക്റ്റോടെയും എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യത്തിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പണ്ടും 15 വർഷം മുമ്പും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പറയാൻ കാരണം, ഈ പെൺകുട്ടിക്കുണ്ടായ ആ ഭീകര അനുഭവം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. എനിക്ക് ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ശരിക്കും എന്നോട് എല്ലാവരും ചോദിച്ചു, നിങ്ങളെല്ലാം പ്രതികരിക്കുന്ന ആളല്ലോ, ഇറങ്ങിക്കൂടെ എന്ന് പറഞ്ഞ് ഞാൻ തനിയായിട്ട് ഒറ്റയാനായിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ ശരിക്കും ഇതിനു വേണ്ടി പ്രതികരിക്കാൻ. പക്ഷേ ഇപ്പം 2 ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഭൂമെന്നും പറഞ്ഞങ്ങ് ചാടി വരിക, ഇങ്ങനെ നിരപരാധി അത് ഇതെന്നൊക്കെ. അത് ഈ ദിനേശ് പണിക്കരുടെ കേസ് പോലും ഇന്ന് ഞാൻ കണ്ട ഇത് കണ്ടിരിക്കുന്നത്, ദിനേശ് പണിക്കർ പറയുന്നു ഞാൻ സെല്ല് എന്താണെന്നുള്ളത് കണ്ടിട്ട് പോലും ഇല്ലാന്ന്. 2002 മെയ് മാസം ഇവിടെ വിവരാവകാശം വെച്ച് കൊടുത്താൽ ആലുവ സബ് ജയിലിൽ ഇങ്ങനെ ദിനേശ് പണിക്കർ എന്ന ഒരാൾ കിടന്നിട്ടുണ്ട്. ഏത് പൗരനും ചോദിക്കാം, ഞാനാണ് പറയുന്നത് ഇവിടെ ഇരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീർക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാം. ഇതുപോലെ കള്ളത്തരങ്ങൾ അങ്ങ് പടച്ചുപിടി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇവര് ഈ സംഭവം മൊത്തം എടുത്താൽ ഇവർ തന്നെയാണ് എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞു അങ്ങേരെ കണ്ടിട്ടേ ഇല്ല, വത്സർ സുനിയെ കണ്ടിട്ടും ഇല്ല, എനിക്ക് അറിയത്തുമില്ല, എല്ലാം കറക്റ്റ് ചെയ്തുള്ളൂ. ലെറ്റർ കൊണ്ട് കൊടുക്കുന്നു, 2 കോടി എന്ന് പറയുന്ന കഥയുണ്ടാക്കി അത് പൊളിഞ്ഞു. ഇവർ തന്നെ കൊണ്ട് കൊടുക്കണം. ഈ മീഡിയ മുഴുവൻ മറ്റതാണ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസിനെതിരെ പോയാൽ അവർ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കാൻ നോക്കും.
അതുപോലെ തന്നെ അനൂപിൻ്റെ ഒരു പ്രസ്താവന വന്നു ഇതിനകത്ത്. ഒരു ജ്യേഷ്ഠനെ പിടിച്ചുകൊണ്ട് സ്വാഭാവികമാണ് അനിയന് പറയാം എനിക്ക് വേദനയുണ്ട്, ചേട്ടൻ നിരപരാധിയാണെന്നൊക്കെ പറയാം, അതിൽ നമ്മൾ സമ്മതിക്കാം. അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, മോഹൻലാല് ഈ നമ്മുടെ എന്താ പറയുന്ന മറ്റേ ഈ നമ്മൾ 6-ാം തമ്പുരാനിൽ പറയുന്ന പോലെ ഒരു സൈഡ് തൊട്ട് ഞാൻ പൊളിച്ചടുക്കി വരുന്നുണ്ടെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഭീഷണി ഇവർ. അപ്പോൾ സാധാരണക്കാർ വിവരമുള്ളവർ പറയുന്ന ഇവൻ നന്നാവാൻ പോകുന്നില്ല എന്നാ പറയുന്നത്. ഇതെല്ലാം തലകുത്തി മറിയും. കാരണം ഇതൊക്കെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും ആവശ്യമില്ലാതെ കയറി പറഞ്ഞു കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ദേ കിടക്കുന്നു കലാഭവൻ മണിയുടെ കേസ് വീണ്ടും എല്ലാം കൊണ്ടു കൊടുക്കുകയാണ്. അതുകൂടാതെ കോടതി വരുമ്പം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പുണ്ണി ഒളിവിൽ, ഇന്ന് വേറൊരെണ്ണം കിടക്കുന്നത് ഒരു പത്രപ്രവർത്തനം എഴുതിയിരിക്കുന്ന അപ്പുണ്ണിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. വെറുതെ പ്രശ്നങ്ങളാകുകയാണ് ഇതൊക്കെ. ഇവർ തന്നെ എല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇത് മുറുകി വരാനുള്ള സാധ്യതയാണ് ഇതുകൊണ്ട് കൂടുതൽ. അസീബ് ഹനീഫ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അസീബ് ഹനീഫ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തിറങ്ങിയിട്ടുണ്ട്. താങ്കൾ ജോയിന്റ് സെക്രട്ടറിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് ദിലീപിന് അനുകൂലമായി ഇത്രയധികം കാര്യങ്ങൾ പറയാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഞാൻ ദിലീപിനെ വെച്ച് ഒരു സിനിമ എടുക്കുകയോ ദിലീപുമായിട്ട് അത്ര വലിയ അക്ഷരപ്പിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ദിലീപുമായിട്ട് ഒരു അടുപ്പം കൊണ്ടുപോയ പോലെ തന്നെ എനിക്കും അദ്ദേഹവുമായിട്ട് ഒരു അടുപ്പമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായത് ഈയിടെ നമ്മുടെ സിനിമാ സംഘടനയിലുണ്ടായ ചില ചേരിപ്പോരുകളും പ്രശ്നങ്ങളുമായിട്ട് പുതിയ സംഘടന ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അദ്ദേഹവുമായിട്ട് കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ധാർമ്മികതയാണ് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ധാർമ്മികത. എനിക്ക് വളരെയേറെ സങ്കടമുണ്ട്. സിനിമ ചോറ് തിന്നുന്ന എല്ലാവർക്കും സങ്കടമുണ്ട് ആ നടി ആക്രമിക്കപ്പെട്ടതും അതുപോലെ തന്നെ ദിലീപ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. രണ്ടും ഒരേപോലെ. ദിലീപ് എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് ഹസീബ്? കേട്ടില്ല. ദിലീപ് എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത്? നടി ആക്രമിക്കപ്പെടുന്നതിൽ താങ്കൾക്ക് രോഷം തോന്നി എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അതിനെ ആക്രമിക്കപ്പെടുന്നുണ്ട് ദോഷമല്ല, ദിലീപ് ആക്രമിക്കപ്പെടുന്നുണ്ട് സങ്കടമാണ് തോന്നുന്നത്. എങ്ങനെയാണ് ദിലീപ് ആക്രമിക്കപ്പെടുന്നത്? നിക്കോ, എങ്ങനെയാണ് ദിലീപ് ആക്രമിക്കപ്പെടുന്നത്? ദിലീപ് ദൃശ്യമാധ്യമങ്ങളാൽ വളരെയേറെ ഒരിക്കലും അങ്ങനെ പറയാതെ ദിലീപ് എങ്ങനെയാണ് അയാൾ കുറ്റവാളിയല്ല. പരമോന്നത നീതിപീഠം അയാൾ കുറ്റവാളിയാണ് എന്ന് വിധി എഴുതുമ്പോഴാണ് അയാൾ കുറ്റവാളിയാകുന്നത്. ഹസീബ് ഹനീഫ്, ഞാൻ പറയുന്നതിന് താങ്കൾക്ക് ഉത്തരം പറയാൻ സന്മനസ്സുണ്ടെങ്കിൽ വെറുതെ കാടും പടലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ ചോദ്യം, ദിലീപ് ഏത് നിലയിലാണ് ആക്രമിക്കപ്പെടുന്നത്? ദിലീപ് അതായത് ജനങ്ങൾ നെഞ്ചിലേറ്റി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു നടൻ ഇന്ന് കൂവിവിളി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂവിവിളി ഏറ്റുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? കൂവിവിളി ഏറ്റുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? കൂവിവിളി ഏറ്റുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ പോലീസ് നിങ്ങൾ ഈ നാട്ടില് നിങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്ന ആളാണോ? കൂവി വിളിക്കുന്നതിനെ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നവരോട് പോയി പറയുക. പക്ഷേ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കേണ്ടത് ദിലീപ് പ്രതി ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിൽ ഈ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആ സഹോദരിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന വലിയൊരു കച്ചവട സ്ഥാപനമുണ്ടല്ലോ, ആ കച്ചവട സ്ഥാപനത്തെ ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ദിലീപിനെതിരായി പ്രവർത്തിച്ചോ അല്ലെങ്കിൽ പറയുന്ന ആളോ അല്ല. ഞാൻ എന്റെ രണ്ട് ഭാഗങ്ങളെയും ഞാൻ കൃത്യമായി നിർവചിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ജാള്യതയുണ്ടല്ലോ, ചെടിപ്പുണ്ടല്ലോ, അതെനിക്ക് ഇവിടെ പ്രകടമാക്കണം. സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ദിലീപിന് പൂർണ്ണമായും ലഭിക്കണം എന്ന് ഓരോ ഘട്ടത്തിലും ഇൻസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അത് ഞാൻ എന്റെ ചർച്ച കണ്ടിട്ടില്ലെങ്കിൽ താങ്കൾക്ക് അത് മനസ്സിലാകും. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെപ്പോലുള്ള ആളുകൾ നിർലജ്ജം ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ദിലീപിനെ സംരക്ഷിച്ചുകൊണ്ട് ഇറക്കുന്ന പോസ്റ്റിന്റെ ഉദ്ദേശം എന്താണ്? നാളെ ദിലീപിന്റെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിനേക്കാളും നല്ല പണി വേറെ ഇല്ലേ? ഹലോ നികേഷേ, ഞാനൊരു കാര്യം പറയുന്നത് താങ്കൾ വ്യക്തമായിട്ട് കേൾക്കുക. ഉട്ടോപ്യാന രാജാവ് എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ നടക്കുമ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്ത്
കാർത്തികേയന്റെ മകൻ എനിക്കതൊന്നും അറിയണ്ട. ശ്രീ ഹസീബ് ഹനീഫ്, താങ്കൾ പറയുന്നത് ദിലീപിനെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട് എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ പറയുന്നു ദിലീപ് ആക്രമിക്കപ്പെടുകയാണെന്ന്. ദിലീപ് എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത്? ദിലീപ് എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മതി. അതിനപ്പുറത്ത് വേറെ ഒരു കാര്യം താങ്കൾ ഇവിടെ പ്രതിപാദിക്കണ്ട. ദിലീപ് എങ്ങനെ ആക്രമിക്കപ്പെടുന്നത്? പൊതുസമൂഹമാണ്. ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ രാവിലെ 6 മണിക്ക് തടിച്ചു കൂടുന്ന ജനക്കൂട്ടം, ആ ജനക്കൂട്ടം കൂവുന്നതാണെങ്കിൽ വേറെ ഒരു പണിയുമില്ലാത്ത കുറെ ആളുകൾ ഈ നാട്ടില് മുണ്ടും മടക്കി കുത്തി നടക്കുന്നുണ്ട്. അവരോട് നിങ്ങൾ പോയി ചോദിക്കുക. അത് ചെയ്ത ഒരു സാഹചര്യം, ശ്രീ ഹസീബ്, അത് ചെയ്ത ഒരു സാഹചര്യം പോലീസിന്റെ ഇന്നത്തെ റിപ്പോർട്ടിലുണ്ട്. എന്താണെന്ന് അറിയണോ? അങ്ങനെ വിശദമായി പറയരുതെന്നാണ് WCC പറയുന്നത്, ഇവിടുത്തെ നിയമവ്യവസ്ഥ പറയുന്നത്. ആ പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ ആണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ഈ പറയുന്ന കച്ചവട സ്ഥാപനം എന്ന് നിങ്ങൾ കരുതുന്ന ദിലീപിനെ പോലുള്ള ആളുകളെ പിന്തുണച്ച് വരില്ല. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഇവരെ ഈ സിനിമയിലുള്ള ആൾക്കാർ ഇതിനെതിരെ ദിലീപിന് അനുകൂലമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയിലുള്ള ആൾക്കാരുടെ ചരിത്രം എടുത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ പലതും സ്ത്രീ വിരുദ്ധരാണ്. അവർ മുമ്പ് പല കാര്യങ്ങളിലും സ്ത്രീകൾക്ക് എതിരായിട്ട് ഇടപെട്ടിട്ടുള്ള കേസ് ഉള്ളവരാണ് അവരൊക്കെ പലരും. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത്. അവർക്കാണ് ഇത് പ്രശ്നമല്ലാത്തത്. അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. അവർക്ക് അവരുടെ പാസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ ഉള്ള ആളുകളാണ് കൂടുതലും ഇതിനെതിരെ നിൽക്കുന്നത് ഈ പ്രശ്നത്തിന്. ശ്രീ ഹസീബ്, താങ്കൾക്ക് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. നികേഷ്, ഞാൻ നിങ്ങൾ എന്നോട് വിഷമം തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. നിങ്ങൾ എനിക്ക് 1 മിനിറ്റ് സമയം തരണം. അരുവിക്കര മണ്ഡലത്തിൽ അതിന്റെ ബൈ ഇലക്ഷൻ നടന്ന് അവിടെ വോട്ടെണ്ണുന്ന സമയത്ത് തിരുവനന്തപുരം സിറ്റിയിലെ ഒരു സ്ഥലത്ത് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമായി കാർത്തികേയന്റെ മോൻ ജയിച്ചപ്പോൾ നികേഷ് പുറത്തോട്ട് വരുമ്പോൾ UDF-കാർ നികേഷിനെ ആക്രമിക്കേണ്ട സങ്കടം തോന്നിയ ആളാണ് ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. സങ്കടം അതിന് എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങള് കുറെ ഇടങ്ങളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ശ്രീ ഹസീബ്. താങ്കളുടെ ഒന്നും ഔദാര്യം, താങ്കളുടെ ഒന്നും സഹതാപം അക്കാര്യത്തിലൊന്നും വേണ്ട. ഇതാ നോക്കൂ, പോലീസ് റിപ്പോർട്ടിൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പോലീസ് റിപ്പോർട്ടുണ്ട്, എൻ്റെ കയ്യിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളുണ്ട്, എൻ്റെ കയ്യിൽ പ്രതിഭാഗം അഭിഭാഷകൻ ദിലീപിന് വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ടുകളുണ്ട്. ഞാൻ ഇതുവരെ നടത്തിയ ചർച്ചകളിലൊന്നും ദിലീപിനെതിരായി എന്തെങ്കിലും അജണ്ട സൃഷ്ടിച്ചതായി ആർക്കും ആരോപണമില്ല. ദിലീപിനെതിരായി അജണ്ട സൃഷ്ടിക്കുന്ന ആളാണ് എന്നുള്ള ആരോപണം പോലുമില്ല. പക്ഷേ ഇന്നൊക്കെ താങ്കളുടെയൊക്കെ പോസ്റ്റ് കാണുമ്പോൾ തോന്നുന്നത് വലിയ ലജ്ജയാണ്. ഇതേ ലജ്ജ ഈ ജനക്കൂട്ടം രാവിലെ 6 മണിക്ക് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ നിന്ന് ഈ ദിലീപിനെ കൂകി വിളിക്കുമ്പോൾ തോന്നിയ ലജ്ജയുണ്ടല്ലോ, ആ ലജ്ജ തന്നെയാണ് നിങ്ങളെപ്പോലെ പോസ്റ്റ് ഇടുന്നവരോടും എനിക്ക് തോന്നുന്നത് എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചൂടാണെന്ന് തീരുമാനിച്ചതല്ല. പക്ഷെ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് തിരിച്ചു അങ്ങോട്ട് പറയാം. അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അഭിപ്രായം പറയാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചർച്ചയിൽ വിളിക്കുന്നത്. ആൾക്കാരാണ്. അതൊക്കെ രാഷ്ട്രീയം രാഷ്ട്രീയമൊക്കെ ഇതാ പിറന്ന് വീഴുന്ന അന്ന് മുതൽ കണ്ട് ഇന്നും അതിൽ തന്നെ വിരഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അതൊന്നും പഠിപ്പിക്കണ്ട. സുഭാഷ് ബാബു, ഇതാ നോക്കൂ, ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ BMW കാർ കണ്ടെത്താത്തത്, മൊബൈൽ ഫോൺ കണ്ടെത്താത്തത്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് മറ്റേതെങ്കിലും ഫോണിലേക്ക് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്നുള്ളത്, പ്രതി ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്നുള്ളത്. നേരത്തെ ഇവിടെ ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രതിയുടെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ എന്ന് പറയുന്നത് പ്രതിയുടെ PA ആയിരുന്ന അപ്പുണ്ണിയാണ്. ആ അപ്പുണ്ണിയെ കാണാനില്ല എന്ന് പോലീസ് കരുതുകയാണ്. ആ ഘട്ടത്തിൽ കോടതി നാളെ പരിഗണിക്കുകയാണ്. എന്ത് സാധ്യതയാണ് ആ ജാമ്യാപേക്ഷകളും? താങ്കൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. എന്ത് സാധ്യതയാണ് ദിലീപിനുള്ളത്? ഇത്രയും കാര്യങ്ങൾ തീർപ്പാക്കാനായിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ
അല്ല, ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കോടതിക്ക് ആകെ ഇതിനകത്ത് അപാകതകളുണ്ടോ, അത് മനഃപൂർവ്വം തെളിവില്ലാതെ പ്രതിയെ ഇതിനകത്ത് പിടിച്ച് ഉൾപ്പെടുത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യപ്പെട്ടാണോ എന്നുള്ളത് മാത്രമേ പരിശോധിക്കാറുള്ളൂ. അതിനുള്ള അധികാരമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഹയർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സെഷൻസ് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയാൽ ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കും. അപ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ കസ്റ്റഡി കിട്ടണമെങ്കിൽ ശക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ശേഖരിക്കാനുണ്ട്, പ്രതി സഹകരിക്കുന്നില്ല, അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യണം, മറ്റാളുകളോട് കൂട്ടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പോലീസ് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ കസ്റ്റഡി റിപ്പോർട്ടിന് ഗൗരവം ഉണ്ടാവുള്ളൂ. ആ റിപ്പോർട്ടിൻ്റെ ഗൗരവത്തിലും അതേപോലെ തന്നെ ഒരു സത്യവുമാണ്. കാരണം ഇവർക്ക് പ്രധാനപ്പെട്ട തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പോലീസ് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസിന് അങ്ങനെ ആ ഒരു നിലപാടേ എടുക്കാൻ പറ്റുള്ളൂ. അത് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ കേസിൽ അവർക്ക് വീഴ്ച വന്നു എന്നുള്ള രീതിയിൽ പ്രതിക്ക് ഗുണം. ഇവിടെ പോലീസ് പറയുന്നതെല്ലാം കഥകളാണ്. നേരത്തെ സുഭാഷ് ബാബുവും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെയും ഇത്ര കണ്ട് ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് 11-ാം പ്രതി വേണം BMW കണ്ടെത്താൻ. 1-ാം പ്രതി തൻ്റെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോക്ക് കൊടുത്തു എന്ന് പോലീസ് കരുതുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തി കൊടുക്കാനും 11-ാം പ്രതി വേണം. എന്നിട്ട് വേണം റിമാൻഡ് റിപ്പോർട്ടിലെ വിടവുകൾ നികത്താൻ, എന്നിട്ട് വേണം പോലീസിന് ഒരു കേസ് ഉണ്ടാക്കാൻ എന്ന സ്ഥിതിയാണ് ഇന്നിപ്പോൾ ഈ പോലീസ് റിപ്പോർട്ടിലുള്ളത്. നികേഷ്, ഇതിപ്പോൾ ദിലീപിനെ 11-ാം പ്രതിയായി ചേർത്തു. ദിലീപുമായി പോലീസ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ മാനസികമായി നമുക്കൊക്കെ ഒരു വിഷമം തോന്നുന്നു. കാരണം അതിൻ്റെയൊക്കെ നെസസിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പോലീസിന്റെ നെസസിറ്റി പോലീസിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമുക്ക് അറിയാത്ത ഒരു കാര്യം, പോലീസിന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പുറത്തുവിടാവുന്ന കാര്യമല്ല. അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ അവർ ഹാജരാക്കിയേക്കും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലായതുകൊണ്ട് അതിനെല്ലാം ഒരു സീക്രസി ഉണ്ട്. ആ സീക്രസി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പോലീസ് പോകുന്ന ട്രാക്കെല്ലാം തെറ്റാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പോലീസ് പോകുന്ന ട്രാക്കിൽ പോലീസ് എന്തിനാണോ കൊണ്ടുവന്നത് അവരുടേതായ ഒരു നെസസിറ്റി ഉണ്ടാവും. ആ നെസസിറ്റി ശരിയായിരുന്നോ ഇല്ലയോ എന്നത് അവരുടെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്നതും പോകുന്നതും ഒന്നും നമ്മൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് പോലീസ് തെറ്റായ ട്രാക്കിലാണ് പോകുന്നതെന്ന് പറയാറായിട്ടില്ല. അങ്ങനെ പറയാൻ പാടുമില്ല. പിന്നെ പോലീസ് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണമല്ലോ, കോൺസ്പിറസി ആംഗിളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് കോൺസ്പിറസി ആംഗിളിൽ പോയല്ലോ. ഇനി കോൺസ്പിറസി ആംഗിളിൽ പോയ പോലീസ് ഒരു വലിയ റിസ്ക് തന്നെ എടുത്തിരിക്കുന്നത്. അതായത് ആ കോൺസ്പിറസി പ്രൂവ് ചെയ്യണമെങ്കിൽ എവിഡൻസ് ഉണ്ടാകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അവർ വലിയ ശ്രമകരമായ ജോലിയാണ് അവർ ചെയ്യേണ്ടത്. കോൺസ്പിറസി ഉണ്ടെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടു കൂടി ദിലീപിനെ പ്രതി ചേർത്തു, ദിലീപിനെ അറസ്റ്റ് ചെയ്തു, തെളിവുകൾ ശേഖരിക്കാൻ നടക്കുന്നു. അപ്പോൾ അതിനകത്ത് അവർക്ക് ചെയ്യാവുന്ന, അതായത് പോലീസിനായാലും ശരി ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റത്തിന് പൂർണ്ണമായിട്ടും നമ്മൾക്കൊക്കെ കൊടുക്കാവുന്ന സപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവർക്ക് ഒരു മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും എവിടെയും വരാതിരിക്കട്ടെ. അവർ പോയി അവരുടെ അന്വേഷണം നടത്തുന്നു. ഇനിയിപ്പോൾ ദിലീപിനെ അവർ ചേർത്തു, ദിലീപിനെതിരെ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ, ദിലീപ് നിരപരാധിയാണെങ്കിൽ ആ തെളിവുകൾ ഇല്ലാതാകുന്നത് ഒരു തെറ്റൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതാണോ എന്ന് ഉറപ്പിക്കുന്ന ജോലി സത്യസന്ധമായി പോലീസ് ചെയ്യട്ടെ. പോലീസ് യഥാർത്ഥ ട്രാക്കിൽ അങ്ങനെ തന്നെ പോകുന്നു. അതായത് ഞാൻ പറയാം, ഒരു സ്റ്റേജിലൊക്കെ നമ്മളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഗൂഢാലോചനയിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ CBI അന്വേഷണത്തിന് പോകണമെന്നൊക്കെ പറഞ്ഞ സ്റ്റേജിൽ നിന്നും പോലീസ് ഗൂഢാലോചനയുണ്ടെന്നുള്ള ആ ലിങ്കിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയല്ലോ. അവർ പ്രോപ്പർ പാത്തിൽ തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് കരുതാം. പിന്നെ കോടതിയിൽ പെൻഡിംഗ് ആയ മാറ്റർ ആയതുകൊണ്ട് കോടതിയിൽ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ ഒരു അഭിഭാഷണം എന്നുള്ളത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതങ്ങനത്തെ ചർച്ചകൾ നമ്മൾ നടത്താൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നാളെ ആ ബെയിൽ ആപ്ലിക്കേഷനോട് കൺസിഡർ ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞതുപോലെ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് ഇതിനകത്ത് ദിലീപിനെ ലിങ്ക് ചെയ്യാനുള്ള ഒരു കാരണവുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അവിടുന്ന് ബെയിൽ കൊടുക്കാം. അതല്ല ഏതെങ്കിലും റീസൺ ഉൾപ്പെടുത്താവുന്നതാണെന്ന് തോന്നിയാൽ ബെയിൽ റിജക്ട് ചെയ്യാൻ മാത്രം ജോലി മജിസ്ട്രേറ്റിനുള്ളൂ. എങ്കിലും അതേലും ഒരു ശക്തമായ വാദം നടത്താൻ ഒരു അഭിഭാഷകനുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഭുനായ അഭിഭാഷകരിൽ ഒരാളാണ് അദ്ദേഹം ആ വാദം. ഇവിടെ പോലീസ് റിപ്പോർട്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ പോലീസ് റിപ്പോർട്ട് കാണുമ്പോൾ തോന്നുന്നത് ഈ പറയുന്ന BMW കാർ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ ഒരുപക്ഷെ ആ കാർ എന്തു ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുമായിരിക്കും. അത് പക്ഷേ മൊബൈൽ ഫോൺ പ്രതീഷ് ചാക്കോയാണ് നാളെ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. ഒരു അഭിഭാഷകന്റെ കയ്യിൽ നൽകിയിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ കിട്ടിയതിന് ശേഷം പോലീസിന് നോക്കാനുള്ളത് ഒന്നത് തെളിവാണ്, തൊണ്ടിയാണ്.
രണ്ട്, ഈ മൊബൈൽ ഫോണിൽ നിന്ന് വേറെ ഏതെങ്കിലും മൊബൈൽ ഫോണിലേക്ക് ഈ പറയുന്ന ഡാറ്റ പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഹാർഡ് എവിഡൻസ് കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഒരു പ്രതിയെ ഉപയോഗിക്കാൻ കഴിയുക? അത് നിയമവിരുദ്ധ പ്രക്രിയയാണ് എന്നാണ് രാംകുമാർ വാദിക്കുന്നത്. ഇന്ന് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും ആ നിലയിലാണ് രാംകുമാർ എഴുതി വച്ചിട്ടുള്ളതും. പോലീസിന് തെളിവ് നൽകാൻ പ്രതി ബാധ്യസ്ഥനല്ല. അല്ല, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ല, പോലീസിന് തെളിവ് നൽകാൻ പ്രതി ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് തന്നെ രാംകുമാർ സാർ പറയുന്ന വാദങ്ങൾ ആ ഭാഗത്തിലൊന്നും നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെ വാദിക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനി ഈ പറഞ്ഞ തൊണ്ടി സാധനങ്ങളൊക്കെ ഓടയിലുണ്ട്, അത് കായലിലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആളാണ് എന്ന് വെച്ച് പോലീസിന് അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എവിടെ ഉണ്ടെന്ന് ഇൻഫർമേഷൻ ഉണ്ടോ അവിടെ ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം പോലീസ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള യജ്ഞം പോലീസ്, ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയാ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് നാളെ പറയാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ ദൗത്യം. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഞാനൊരു അപാകത കാണുന്നില്ല. അവർ പോകുന്നത് നാളെ ട്രയലിന്റെ സ്റ്റേജിൽ ഇത്തരം ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചോദ്യം ചോദിക്കാവുന്ന ഒരു കാരണം ഇല്ലാതാക്കൽ പോലീസിന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ടീമാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ടീം. അപ്പൊ അവരങ്ങനെ പോകുന്നതിന് അവർക്ക് റീസൺസ് ഉണ്ടാകും. അതിന് നമുക്കതിന്റെ പെരിഫറൽ ആയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ പറയാനും പാടില്ല. അവർക്ക് അവരുടേതായ തെളിവുകളും ഉണ്ടാവും, നെസസിറ്റിയും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനെ തെറ്റായിട്ട് കാണുന്നില്ല. ശ്രീ ആലപ്പി അഷ്റഫ്, കേസ് അന്വേഷണവുമായി ദിലീപ് സഹകരിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അനൂപിൻ്റെ നിലപാട് താങ്കൾ തന്നെ പറഞ്ഞു കഴിയുകയും ചെയ്തു. ഇന്ന് അപ്പുണ്ണിയെ കാണുവാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊരു ഒരൊറ്റ ഇതുണ്ട്. അപ്പുണ്ണിയെ ഇന്നിപ്പോൾ ഹാജരാക്കണ്ട, അപ്പുണ്ണിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴരുത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് പിടിച്ചു നിൽക്കാൻ അറിയാമെന്ന് 13 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തന്നെ ദിലീപ് തന്നെ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിടിച്ചു നിന്നു, പക്ഷേ നാദിർ ഷാ ഒന്ന് പരിഭ്രമിച്ചു പോയി എന്ന്. ഇത് ഇന്നലെ അനൂപിൻ്റെ നിലപാടും അത് തന്നെയായിരുന്നു. അനൂപ് ഒന്ന് അപ്പുറം കടന്ന് ഇത് ഞങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പണി തുടങ്ങും എന്ന നിലയിലേക്ക് പോകുന്നു. അപ്പോൾ ദിലീപ് ഫാക്ടേഴ്സ് എല്ലാം തന്നെയും ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ ശരിക്കും പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ദിലീപിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല പോലീസ്. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയും ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു നടനുമായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞത് അതിനകത്തുനിന്ന് ഇന്നലെ കുറച്ച് ഇടഞ്ഞിട്ടുണ്ട്, നിൻ്റെ വേലകളെല്ലാം സിനിമയിൽ ഇറക്കിയാൽ മതി, നീ ഇങ്ങോട്ട് കാണിക്കണ്ട എന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആ ദാക്ഷണ്യം പോലും കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ ഏതായാലും നാളെക്കുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇത്രയെല്ലാം 10 മണിക്കൂർ 23 മണിക്കൂർ പിടിച്ചു നിന്ന ആൾ ലാസ്റ്റ് കാലെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞില്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ച് കരഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്നും വേണ്ട, എല്ലാം ഇത് പോലീസ് വളരെ ഹൈക്കോടതി വരെ പറഞ്ഞിരിക്കുകയല്ലേ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രജീഷ് ചാക്കോയുടെ കേസിൽ. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ CD കണ്ടിട്ട് പറയുക, ക്രൈം ഡയറി കണ്ടിട്ട് പറഞ്ഞിരിക്കുന്ന അന്വേഷണം നന്നായിട്ട് തൃപ്തികരമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ നിരീക്ഷണങ്ങളും ഉണ്ട്, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഒരു വനിതാ മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ട് ഹാജരാക്കുമ്പോൾ സാധാരണ പറയേണ്ട കാര്യമില്ല, ഇയാൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കരുത് എന്ന് എടുത്തു പറയേണ്ട, ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എടുത്തു പറയണമെങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ മനസ്സിലറിയാം, ഇത് കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പൈസ മുടക്കിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണെന്ന് അതും ഇപ്പം മനസ്സിലാക്കി കഴിയുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം അതിന് മറുപടിയൊക്കെ വന്നു കഴിഞ്ഞു ആളുകളുടെ. ഇതെല്ലാം പ്രബുദ്ധരായ ജനത, ഇപ്പോൾ കൂവി എന്ന് പറഞ്ഞില്ലേ, അസീബ് പറഞ്ഞില്ലേ, ആളുകൾ നിന്ന് കൂവി, അതെല്ലാം അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ്. അവരാ കുട്ടിയുടെ മനസ്സാ കാണുന്ന, ആ പെൺകുട്ടിയുടെ മനസ്സാ കാണുന്ന, ആ മക്കളുള്ളവരും അല്ലെങ്കിൽ സഹോദരിയുള്ളവരും കുഞ്ഞുങ്ങളുള്ളവരും അത് മാത്രം ആലോചിച്ചാൽ. പക്ഷേ അക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുള്ളത്, ദിലീപ് ഇപ്പൊ കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റാരോപിതൻ മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന നാട്ടുകാർ 6 മണിക്ക് വന്ന് കൂവുന്നതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു മകളുണ്ട്, ഒരാൾക്ക് അവന് ഒരു സഹോദരനുണ്ട്. ആ മകൾ അവർ 4-5 പേര് വന്ന് റേപ്പ് ചെയ്തിട്ട് പോവുകയാണ്. അവളിങ്ങനെ പുതച്ച് ഒരു തുണിയും പുതച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തള്ള വന്നിട്ട് പറയുന്നത്, എടാ അത് ഇന്ന ആ വീട്ടിലെ ബാബു എടാ ചെയ്യിച്ച് 4 പേര് അയച്ചത്, ബാബുവിൻ്റെ പേര് വരുന്നത്, ഇത് വരട്ടെ, ജഡ്ജിമെന്റ് വരട്ടെ, കോടതി വിധിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയത്തുള്ളത്. അവൻ്റെ സഹോദരിയാണെങ്കിൽ പറയുക, അവൻ്റെ അമ്മയെ ചെയ്താൽ പറയുക, അവൻ്റെ പെങ്ങളെ ചെയ്താൽ പറയുക, ഭാര്യയെ ചെയ്താൽ പറയുക. ഇല്ല, വല്ലവരും ചെയ്യുമ്പോൾ അത് കോടതി വിധി വരട്ടെ എന്ന വിശ്വാസം. സ്വന്തം വീട്ടിലാണെങ്കിൽ പറയത്തില്ല. അപ്പോൾ അവൻ അത് ചെയ്ത് കൊടുത്തിട്ട് വീട് വെച്ച് കൊടുത്തിട്ട് സ്വർണ്ണ കൊട്ടാരം ഉണ്ടാക്കി കൊടുത്താൽ എന്താ?
ഇല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നമുക്ക് കല്ലെറിഞ്ഞു കൊല്ലാം വിട്ടുകൊടുക്കാം. അത് പറ്റില്ലല്ലോ. അല്ല അത് ഞാൻ പറയുന്നത് ജനക്കൂട്ടത്തിന് ഇത് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല. നീതിനെ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുന്നത് അതിൽ ഇത് കാണിക്കുമ്പോൾ നേരത്തെ അസീബ് പറഞ്ഞ എന്താണ്, ദിലീപിന് ഇവിടെ നീതി കിട്ടുന്നില്ല എന്നാണ്. നീതി കിട്ടാത്ത ഒരവസ്ഥയും ദിലീപിനില്ല. ദിലീപിന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് പോലീസ്. മാത്രമല്ല താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപ് തന്നെ ഇന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്തെങ്കിലും ശാരീരിക ഉപദ്രവം ഉണ്ടോ എന്ന്. എനിക്ക് പരാതിയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപിനെ അങ്ങനെ ഒന്നും ഉപദ്രവിക്കുന്നില്ല ആരും. ശ്രീ ലിബർട്ടി ബഷീർ, നോക്കൂ, ഇതിനകത്ത് ദിലീപിനെ കണക്ട് ചെയ്യുന്ന തെളിവില്ല എന്ന് വേണം കരുതാൻ. ആ നിലയിൽ പോലീസ് ഇപ്പോൾ വിരളി പൂണ്ട് നടക്കുകയാണ്. പോലീസ് വലിയ തരത്തിൽ തെളിവുണ്ടാക്കാൻ വേണ്ടി ദിലീപിലൂടെ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വലിയ വിടവുകളുണ്ട്. ആ വിടവുകൾ നികത്താൻ ദിലീപിനെയും കൊണ്ട് ഈ നാട് മുഴുവൻ ചുറ്റുകയാണെന്ന്. ഒരു നടനാണ്, ജനപ്രിയ നടനാണ്, സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുന്ന ആളാണ്. ആ ആളെ കൊണ്ട് ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റുക എന്ന് പറയുന്നത്, എന്നിട്ട് തെളിവുണ്ടാക്കുക എന്ന് പറയുന്നത് ആശാസ്യമാണോ? അതിന് പകരം നിങ്ങൾ തെളിവുണ്ടാക്കിയതിന് ശേഷം ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയോ ചെയ്തോളൂ. അതുണ്ടാക്കാതെ നേരെ തിരിച്ചുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം ശരിയല്ലേ? നികേഷ്, എനിക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. രണ്ട് കാര്യം മുമ്പായിട്ട് പറയാനുണ്ട്. ഒന്ന്, അടൂർ ബാലകൃഷ്ണൻ സാറ് ഒരു പ്രസ്താവന ഇറക്കി, ഞാൻ കണ്ട ദിലീപല്ല ഈ ദിലീപ് എന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ കോഴിക്കോട് വെച്ചിട്ട് എന്റെ ഓർമ്മ, അന്ന് ദിലീപിനെ ആക്രമിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഏത് വലിയവനായാലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യണം, മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നല്ലേ. രണ്ടാമത് അഷറഫ് പറഞ്ഞ ഒരു അനൂപിന്റെ മറുപടിയാണ്. ചേട്ടന്റെ അതേ സ്വഭാവത്തിന് ഇപ്പൊ അഞ്ജനും കാണിക്കുന്ന പ്രതികാരം വീട്ടും നമ്മൾ കളി തുടങ്ങും, ഈ കേസ് കഴിഞ്ഞാൽ നമ്മൾ കളി തുടങ്ങുന്നു. ഈ കളി തുടങ്ങുന്നത് ഇപ്പം പറയുന്ന എതിർത്ത് നിൽക്കുന്ന 5-10 പേർക്ക് എതിരായി കളി തുടങ്ങുന്നതായിരിക്കും കാര്യം. നിങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണോ ശ്രീ ലിബർട്ടി ബഷീർ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ അതാണല്ലോ തറഞ്ഞു നിൽക്കുന്നത്. അനൂപ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കളി ഞങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞതാണ് തറഞ്ഞു നിൽക്കുന്നത്. ലിബർട്ടി ബഷീർ ഒന്ന് വരണ്ടിട്ടുണ്ട്. ഈ പറയുന്ന തിയേറ്റർ സംഘടന ഇല്ലായ്മ ചെയ്ത് ലിബർട്ടി ബഷീറിന് പണം നൽകാതെ ദിലീപ് ഉണ്ടാക്കിയ സംഘടനയിൽ ലിബർട്ടി ബഷീറിനെ ചേർത്ത് വലിയ പാതകമാണ് കോർട്സിൽ താങ്കളോട് ചെയ്തിട്ടുള്ളത്. അതിന് പിന്നീട് താങ്കൾക്കൊരു അവസരം വന്നപ്പോൾ താങ്കൾ ദിലീപിനെതിരെ പറഞ്ഞു. ഇപ്പോൾ ദിലീപിൻ്റെ അനിയൻ പറയുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കളി കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാതെ മനസ്സിൽ തറഞ്ഞുപോയി ശ്രീ ലിബർട്ടി ബഷീർ താങ്കളുടെ. അയ്യോ നികേഷ്, ഞാൻ നിങ്ങളുടെ കണ്ണൂക്കാരനൊന്നും അങ്ങനെ അത്രയും ഭയപ്പെടുന്ന കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ 4 മാസം തിയേറ്റർ എന്നെ അടച്ചിട്ടൊന്നും ഞാൻ ഒന്നും ഭയപ്പെട്ടിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേരളത്തില്. അവിടെ അങ്ങനെയൊന്നും ഭയപ്പെട്ട കൂടുതലല്ല. പ്രത്യേകിച്ച് കണ്ണൂരിലെ ബ്ലഡ് കണ്ടു നിങ്ങളുടെ ഒറ്റ ബ്ലഡാണ്. അങ്ങനെയൊന്നും വഴങ്ങുന്നില്ല. ഇവിടെ ദിലീപിന്റെ അന്വേഷണം കറക്റ്റായിട്ട് പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലോ, പ്രവീഷ് ചാക്കോ നല്ല ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീല്, അയാൾ മുൻകൂർ ജാമ്യം തള്ളിയാണ്. അപ്പം ഹൈക്കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ പ്രതീഷ് ചാക്കോ ഒരു പ്രതിയായിട്ട് മാറും. ഒരു ഹൈക്കോടതി ഈ പ്രതീഷ് ചാക്കോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ലീഗൽ അഡ്വൈസർ ആണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ എന്തോ ഒരു രേഖ ഞാൻ എവിടെയോ കണ്ടു. ശരിയാണോ? നിങ്ങൾ സിനിമാ മേഖലയിൽ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം പ്രതീഷ് ചാക്കോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ ലീഗൽ അഡ്വൈസറാണ് വർഷങ്ങളായിട്ടുള്ളത്. ഇപ്പൊ ഒരു പാവം മനുഷ്യനാണ്. അയാൾ എങ്ങനെയും പോയി പെട്ടെന്ന് എനിക്കറിയില്ലേട്ടാ. അപ്പൊ ഈ പ്രതീഷ് ചാക്കോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ലീഗൽ അഡ്വൈസർ ആണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ദിലീപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതീഷ് ചാക്കോ തയ്യാറാകുന്നത് ഈ ഒരു സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണോ ശ്രീ ലിബർട്ടി ബഷീർ താങ്കൾ വിശ്വസിക്കുന്നത്? എന്റെ കാഴ്ചപ്പാടില് ഈ പ്രവീഷ് എല്ലാ സിനിമാ കാര്യത്തിലും ഇടപെടുന്ന വ്യക്തിയല്ല. അയാളുടെ ഒരു സൈലന്റ് ആയിട്ടുള്ള വക്കീലാണ്. ഞാൻ എത്ര വർഷങ്ങളായിട്ട് അറിയുന്ന വക്കീലാണ്. ഒരു സൈലന്റ് ആയിട്ടുള്ള വക്കീലാണ്. അയാളൊന്നും ഈ ദിലീപിന്റെ ഇങ്ങനത്തെ ഈ കുഴപ്പം പിടിച്ച കേസൊന്നും പോയി ചാടില്ല. ആരോ ഒരു പ്രേരണ, ഒന്നിക്ക് ദിലീപിന്റെ പ്രേരണയായിരിക്കും. ദിലീപിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, പോയി നിൽക്കുന്നില്ല. അങ്ങനെ ഒരു എടുത്തിയാടുന്ന വക്കീലോ അല്ലെങ്കിൽ എല്ലാ കുഴഞ്ഞു പിടിച്ച കേസിലോ പോയി ചാടുന്ന വ്യക്തിയല്ല. അത് നല്ല ബോധ്യം നേരത്തെ വർഷമായിട്ട് അറിയുന്ന വക്കീലാണ്. അങ്ങനെ അത്രയും സൗമനസ്യമുള്ള ഒരാളാണ് എങ്കിൽ എന്തിനാണ് പ്രതീഷ് ചാക്കോ പൾസസുനിയെ പോലുള്ള ഒരു പ്രതി കൊണ്ടു കൊടുക്കുന്ന ഫോണ് സൂക്ഷിച്ചു വെക്കുന്നത്? അതാണ് ആരോപണം. അതിന്റെ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും
ആരോ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ലിബർട്ടി ബഷീർ ഫോണിൽ തകരാറുണ്ട്, ഒന്നുകൂടി റേഞ്ചുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടുക. ശ്രീ സുഭാഷ് ബാബു, നോക്കൂ, അപ്പുണ്ണി ഒളിവിൽ പോയി എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം. എങ്ങനെയാണ് അപ്പുണ്ണിക്ക് ഈ ഘട്ടത്തിൽ ഒളിവിൽ പോകാൻ കഴിയുക? അതിൻ്റെ അർത്ഥം ദിലീപിൻ്റെ കൈവിട്ടുപോയി അപ്പുണ്ണി എന്നാണോ, അതോ ദിലീപ് പറഞ്ഞതാണോ അപ്പുണ്ണിയോട് തൽക്കാലം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒളിവിൽ പോയിക്കോളൂ എന്ന്? ഇല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ആ വ്യക്തികളെ കാണുന്നതും അവർ ആരുമായിട്ട് സംസാരിക്കണം വേണ്ട എന്ന് തീരുമാനിക്കാൻ വരെ അധികാരമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തായാലും അറസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ ഭീതി ഒഴിവാക്കാൻ, അവിടെ നിന്നാൽ അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം മാറിയിട്ടുണ്ടാകും. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അങ്ങനെ മാറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു സർവൈലൻസ്, ഒരു നിരീക്ഷണത്തിൽ പോലീസ് വെക്കേണ്ടതായിരുന്നു. അത് ചിലപ്പോൾ അദ്ദേഹം പോകില്ലായിരുന്നു എന്നുള്ള വിശ്വാസത്തെ പോലീസ് ചെയ്തതായിരിക്കും. എന്തായാലും ശരി, അദ്ദേഹം പോകാതെ നോക്കേണ്ട ഒരു കടമ പോലീസിനുണ്ടായിരുന്നു. അത് ചെയ്തില്ല. പോകേണ്ട അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. അത് പോയതിന് ശേഷം അദ്ദേഹം ഇനി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ സറണ്ടർ ചെയ്യാൻ പറയും. അത് ചെയ്തതിന് ശേഷം ഈ ചോദ്യം ചെയ്യലിൻ്റെ ഗൗരവമൊക്കെ അങ്ങ് കുറയുന്ന അവസരത്തിൽ പോലീസ് കസ്റ്റഡി വന്നാൽ പോലും പ്രശ്നമില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ പശ്ചാത്തലത്തിൽ മാറിയതിന് നമുക്കിപ്പോൾ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. ഏത് പ്രതിയായാലും അത് ചെയ്യും. പ്രതിയാകും എന്നുള്ള ഭയം വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. അത് ചെയ്യുമ്പോൾ പോലീസിന്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണം അത് സംഭവിച്ചിട്ടുണ്ടാകും. അത് ഒഴിവാക്കാമായിരുന്നു. അപ്പുണ്ണിയുടെ കാര്യം തന്നെ എടുക്കാം. ഇന്ന് രാവിലെ പത്രങ്ങളിൽ കണ്ടത് കാവ്യ മാധവനെ ചോദ്യം ചെയ്തു എന്നാണെങ്കിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 1-2 ദിവസങ്ങൾക്കുള്ളിൽ കാവ്യ മാധവനെയും ചോദ്യം ചെയ്യും, അമ്മയെയും ചോദ്യം ചെയ്യും എന്നറിയാം. കാരണം അവരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? അവരുടെ വസ്ത്രശാലയിലാണ് പൾസർ സുനി ഈ പറയുന്ന മെമ്മറി കാർഡ് എത്തിച്ചത് എന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് പോലീസ് യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. ദിലീപിന് എത്തിച്ചു കൊടുത്തു എന്ന് പോലീസ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അപ്പുണ്ണി അങ്ങനെ ഒളിവിൽ പോവുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നത് ജാമ്യാപേക്ഷ ദിലീപ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ദിലീപിനെതിരായി വരില്ലേ? അന്വേഷണവുമായി ദിലീപ് സഹകരിക്കുന്നില്ല. ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സഹായി അപ്പുണ്ണി ഒളിവിൽ പോയിരിക്കുന്നു. അപ്പോൾ ദിലീപ് ആ നിലയിൽ പുറത്തേക്കിറങ്ങിയാൽ ഇവരെല്ലാം നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. കോടതിക്ക് ആ നിലയിൽ ബോധ്യപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ദിലീപിൻ്റെ ഉപദേശപ്രകാരമായിരിക്കില്ല അപ്പുണ്ണി ഒളിവിൽ പോയത് എന്നാണോ വിശ്വസിക്കേണ്ടത്? അല്ല, എനിക്കത് അപ്പുണ്ണി ഒളിവിൽ പോയി എന്നത് പറയുന്നത് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിന്റെ സർവേലൻസ് തന്നെ ആയിരിക്കും അപ്പുണ്ണി എന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം പോലീസ് ഇത്രയും വലിയൊരു കാര്യത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടീം, ദിനേന്ദ്ര കശ്യപിന്റെ പോലെയുള്ള സീനിയർ ഒഫീഷ്യൽസൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ടീം, അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് സർവേലൻസ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇൻവെസ്റ്റിഗേഷനിൽ പല ടാക്ടിക്സ് ഉണ്ട്. ആളുകൾ അങ്ങോട്ട് എവിടെ പോകുന്നു എന്ന് അറിയണമെങ്കിൽ അവർക്കൊരു ഫ്രീ ഹാൻഡിൽ വിട്ട് കഴിഞ്ഞാൽ അവരുടെ വരെ എത്തും എന്നുള്ളത് പരിശോധിക്കപ്പെടും. ഇനി അതല്ല അപ്പുണ്ണി അങ്ങ് ഒളിവിൽ പോയി തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പോയെങ്കിൽ പോലും ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് എങ്ങനെയായാലും നിയമത്തിന് മുമ്പിൽ അദ്ദേഹം എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ പോലീസിന് റിക്വയർഡ് ആണെങ്കിൽ പോലീസ് അത് കോടതിയെ അറിയിക്കുകയും കോടതി അറിയിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇവരെയൊക്കെ കിട്ടും. ഇതിന് അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇനി ഇതിനേക്കാൾ വലിയ ഒരാളെ ഇനി അതിനകത്ത് കൊടുക്കാനില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ദിലീപിനെ പോലെ ഒരാളെ അവർക്ക് അറസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതൊന്നും അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. അവരതിലേക്ക് എത്തും. അതിനകത്ത് നമ്മളൊരു അതുകൊണ്ടൊന്നും ഈ കേസിനെ ബാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വ്യക്തമായ തെളിവുകളാണ് വേണ്ടത്. ഇത് 120B ഇൻകോർപ്പറേഷനാണ്. അപ്പോൾ അതിനകത്ത് വ്യക്തമായ തെളിവുകൾ പോലീസ് കണ്ടെത്തണം. ഇവരുടെ ഒന്നും മൊഴികളൊന്നുമല്ല, വ്യക്തമായ തെളിവുകളുമായി മുന്നോട്ട് വന്നാൽ. കാരണം ഇതിന്റെ 376D ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ മിനിമം പണിഷ്മെന്റ് 20 വർഷമാണ്, ഇംപ്രിസൺമെന്റാണ്. മാക്സിമം പണിഷ്മെന്റ് ബാക്കി ശിഷ്ടകാല ജീവിതമാണ്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ 120B വെച്ച് മാത്രം ഇവരെയൊക്കെ കൺവിക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോടതികൾ വളരെ സൂക്ഷ്മതയോടെ നോക്കും. എവിഡൻസുകൾ വളരെ വ്യക്തമാണെന്ന് നോക്കും. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അത്തരം എവിഡൻസുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ക്രിയേറ്റ് ചെയ്യാനല്ല, അത് ഉണ്ടെങ്കിൽ കണ്ടെത്തേണ്ടി വരും. ഇനി ഫാബ്രിക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു രാംകുമാർ സാർ പറഞ്ഞ പോലെ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ കേസിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഇദ്ദേഹം തന്നെയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഇനി പ്രതി ചേർത്തു എന്നതിന് ശേഷം തെളിവ്
തെളിവുകളെല്ലാം വരുമ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ തെളിവുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിന്റെ പ്രോസിക്യൂഷൻ നടത്തണം. അതുകൊണ്ട് അപ്പുണ്ണി മാറി നിൽക്കുന്നു അല്ലെങ്കിൽ വേറെ ആൾ മാറി നിൽക്കുന്നു എന്നതൊന്നും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാൻ പോകുന്നില്ല. ശ്രീ ആലപ്പി അഷ്റഫ്, ഈ സോഷ്യൽ മീഡിയയോട് താങ്കൾ വലിയ തോതിൽ നേരത്തെ എതിർപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം 1.5 കോടി രൂപ ദിലീപിനൊരു വിഷയമല്ല, അത് ക്യാഷായി എത്തിക്കാനും കഴിയും. അത് ദിലീപ് ചെയ്യാത്തതിന് വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ താങ്കൾക്ക് കഴിയുമോ? അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആ 1.5 കോടി രൂപയില്ല, ആ 1.5 കോടി അവിടെ കൊടുത്താൽ മതി, ആ പ്രശ്നം തീരുമായിരുന്നു. അങ്ങനെ ഇതിനകത്ത് 2 കാര്യങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ പൾസർ ഈ പീഡനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി കേണ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കാശ് തരാം എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഇല്ല നിനക്ക് അതിന് അനുവദിക്കുന്നില്ല. ശരിക്കും അവൻ്റെ ബോസിന് കാരണത്തിലാണ് സത്യസന്ധത അവൻ പുലർത്തി. അവരുദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് ഡോസും കൂട്ടിക്കൊടുത്തു. പക്ഷേ ഇപ്പുറത്ത് വന്നപ്പോൾ അത് അവനോട് പാലിച്ചില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് തിരിച്ചവന് കിട്ടേണ്ട കാശ് അവൻ്റെ യജമാനെ വിശ്വസിച്ചാണ് ഇതൊക്കെ ചെയ്തത്. യജമാനൻ അത് കൊടുക്കാതിരിക്കുന്നതിന് ദിലീപിനെ തടയുന്നത് എന്താണ്? കൊടുക്കാതിരിക്കുന്നതിനുള്ള ഈ 1.5 കോടി രൂപ ദിലീപ് പൾസർ സുനിക്ക് കൊടുക്കാം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ദിലീപിന് 1.5 കോടി ഒരു വിഷയമല്ലല്ലോ? അല്ല, പക്ഷേ അത് ചില ഉപദേശങ്ങൾ കിട്ടിക്കാണും. ജയിലിൽ കയറി കഴിഞ്ഞാൽ, അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കൊടുത്ത ഏതെങ്കിലും രീതി പിടിച്ചാൽ അത് പിടി വീണ് കഴിയും. അതാണ് എനിക്ക് തോന്നുന്ന ഒരു ഐഡിയ പറയുന്നത്. അതായത് ഇവർ വളരെ ബുദ്ധിപൂർവ്വമാണ് ഓരോ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. ഈ പണം കൊടുത്താൽ ഇത് കൊടുത്താൽ, അല്ലെങ്കിൽ ഫോൺ പിടിച്ചാൽ, അല്ലെങ്കിൽ അതല്ല ഫോണിൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് ലെറ്റർ, ഇതിൽ ഒന്നിനും ദിലീപ് ഇടപെട്ടിട്ടില്ല ശരിക്കും. ഇതെല്ലാം അപ്പുണ്ണിയോ മറ്റുള്ള ആളുകളുടെ വഴിയൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ പണം കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു പോയാൽ അത് പ്രശ്നമാവുമെന്ന് വിചാരിച്ചായിരിക്കും. പണം ഇപ്പം ബാങ്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ചെക്ക് വഴിയോ ഒന്നും അല്ലല്ലോ കൊടുക്കുക. ദിലീപിന് 1.5 കോടി രൂപ ഹാർഡ് ക്യാഷ് ഉണ്ടാക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. ദിലീപ് ആ പണം 5 മാസങ്ങൾക്കുള്ളിലെങ്കിലും എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വേഗമായിട്ടുള്ള ഒരു കരാറ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. ഇത് നിരന്തരം ഈ പറയുന്ന ജയിലിൽ നിന്നുള്ള മൊബൈൽ ഫോൺ വഴി സംസാരിച്ച് തീർപ്പാക്കുന്നുണ്ട്. ഈ സംഭവം ഇവനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തൊട്ട് തന്നെ പോലീസിന് എല്ലാ വിവരവും കിട്ടിക്കഴിഞ്ഞു. അവരെ ഈ മൊത്തത്തിൽ നിരീക്ഷണമാണെന്നുള്ള അവർക്കും ഇൻഫർമേഷൻ കിട്ടി. ഈ ഗ്രൂപ്പിനും ചെയ്യിച്ച ഗ്രൂപ്പിനും അവർ വളരെ കെയർഫുള്ളായിട്ടാണ് നീങ്ങിയതായിട്ടാണ് എനിക്കറിയാവുന്നത്. കാരണം അവർക്കും അറിയാം പോലീസ് നോക്കുന്നുണ്ടെന്ന്. പക്ഷെ അതിനെ പറ്റി താങ്കൾ പറയുന്നത് ഈ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇതിനകത്തൊരു കൊട്ടേഷൻ ഉണ്ട് എന്നെ സംബന്ധിച്ച് പോലീസിന് വ്യക്തത ഉണ്ടായിരുന്നു. അത് ആര് ചെയ്യും? അതിൽ ഇപ്പൊ കളിക്കുന്നില്ല. ഇപ്പൊ അപ്പുണ്ണിയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു കളി ഡ്രാമ ഇവർക്ക് യാതൊരുവിധ സൂചനയും ഇല്ലാതെ ഒന്നുമില്ല. ഇവരെ സുഖമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പോയത്. പക്ഷെ പോലീസ് അവിടെ അലർട്ടായിരുന്നുള്ള 100% സത്യസന്ധമായ കാര്യം. അപ്പോഴും അന്വേഷണവും കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന എല്ലാ അസീബ്, താങ്കളെപ്പോലുള്ളവർ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെയും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 1.5 കോടി ദിലീപിനൊരു വിഷയമല്ല. ഇനി അത് ദിലീപാണ് ചെയ്യിച്ചതെങ്കിൽ ദിലീപിനത് കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ, അത് ചെയ്യില്ല എന്ന് കരുതാൻ നമ്മൾ മണ്ടന്മാരാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ വാദമാണ് ഞാൻ നേരത്തെ ശ്രീ ആലപ്പി അഷ്റഫിനോട് ചോദിച്ചത്. പക്ഷേ ദിലീപ് അങ്ങനെ കൊടുത്താൽ പിടിക്കപ്പെടും എന്നറിയുന്നത് കൊണ്ട് വേറൊരു ഗെയിം കളിച്ചു നോക്കിയതാണെന്നാണ് ആലപ്പി അഷ്റഫിന്റെ വാദം. നികേഷ്, ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്നൊന്ന് വായിക്കുക. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അത് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് മാത്രമാണ്. ഞങ്ങളുടെ സംഘടന കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു കുറ്റവാളിയാണ് എന്ന് കണ്ടതിന് ശേഷം ദിലീപിനെ പുറത്താക്കിയാൽ മതിയായിരുന്നു. ആ കാണിച്ചത് തെറ്റാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നടിയെ ആക്രമിച്ചില്ലെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരി ആക്രമിച്ചതിൽ വിഷമമില്ലെന്നോ, അല്ലെങ്കിൽ ദിലീപ് 1.5 കോടി കൊടുക്കുന്നോ, ദിലീപ് 2.5 കോടി കൊടുക്കുന്നോ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഫേസ്ബുക്ക് നിങ്ങൾ കൃത്യമായി പരിശോധിക്കുക. കുറ്റവാളിയാണ് എന്ന് കണ്ടതിന് ശേഷം കേരള ഫിലിം പ്രൊഡ്യൂസറിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയാൽ മതിയായിരുന്നു. ഈ നടപടി തെറ്റായി പോയി. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ദിലീപിനെ ശിക്ഷിക്കണ്ടെന്നോ, ദിലീപ് തെറ്റിയതുള്ള ദിലീപിനെ ശിക്ഷിക്കണം, അത് തന്നെ എന്റെ അഭിപ്രായം. അതായത് കുറ്റാരോപിതനായ ഈ നിലയിൽ പ്രതി ചേർക്കപ്പെട്ട ശ്രീ ഹസീബ്, ഈ നിലയിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപിനെ പുറത്താക്കാൻ പാടില്ല എന്ന് താങ്കൾ പറയുന്നതിലൂടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ദിലീപ് ആ നിലയിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാകില്ല എന്നുള്ള ഉൾവിളിയാണല്ലോ അതിന് ആധാരമായി താങ്കൾ മനസ്സിൽ വെക്കുന്നത്. ഞാൻ ആരാധിക്കുന്ന ഒരു നടൻ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും നിങ്ങളുടെ
ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ ആർക്കും ഒരു അവിടെയാണ് എനിക്ക് ഉടക്ക്. എന്താണ് ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്ന കുറ്റം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ കുറ്റം ചെയ്യുന്നതല്ല പറഞ്ഞത്. അത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും നിങ്ങൾ തന്നെ വായിക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അത് എന്നെ കൊണ്ട് പറയിച്ച് നികേഷ് എന്റെ അടുത്ത് എടുക്കണ്ട. നികേഷ് തന്നെ അറിയാം. നികേഷ് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൃശ്യമാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? ദൃശ്യമാധ്യമങ്ങൾ ചർച്ച നടത്തുന്നതാണ്, വാർത്ത കൊടുക്കുന്നതാണോ കുറ്റം? താങ്കൾക്ക് നോക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കാര്യങ്ങൾ. എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ അസീബ്? എന്താ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണ് നികേഷ് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാലല്ലേ ഞാൻ അതിന് മറുപടി പറയൂ. അത് നികേഷ് എന്നെ പോലെ തന്നെ അതൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിച്ച് എന്തിനാണ് ഇതാക്കുന്നത്? പറയേ നിങ്ങൾ നികേഷിന് അറിയാലോ, നികേഷ് തന്നെ കാണുന്നുണ്ടല്ലോ. ഇല്ല, താങ്കൾക്ക് പറയാൻ അറിയില്ല എന്ന് പറയും. താങ്കൾക്ക് പറയാൻ അറിയില്ല എന്ന് പറയൂ. അസീബെ, താങ്കൾക്ക് പറയാൻ അറിയില്ല എന്ന് പറയൂ. സോഷ്യൽ മീഡിയയിൽ വിഷ്വൽ മീഡിയക്കെതിരായി വരുന്ന വിമർശനം എന്താണ് എന്നത് സംബന്ധിച്ച് അസീബിന് അറിയില്ല. താങ്കൾക്കും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ അറിയാൻ പറ്റും? താങ്കളുടെ മനസ്സിലിരിക്കുന്ന കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്നെ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണല്ലോ താങ്കളും. അല്ല, എന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ താങ്കൾ എത്ര കണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഉപയോഗിക്കുന്നതിന്റെ ഒരു പരിമിതമായ സാധ്യത എനിക്കുണ്ട്, എന്റെ മനസ്സിലുണ്ട്. പക്ഷെ താങ്കളെ പോലെ തന്നെ ഉപയോഗിക്കുന്ന ആളാണോ ഇല്ലയോ എന്നുള്ളത് താരതമ്യം ചെയ്യാൻ എനിക്കറിയില്ല. കാരണം താങ്കളത് എത്ര കണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഹസീബെ, എന്താണ് ഇതെന്താ ഒരു ചർച്ചയല്ലേ ഇത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ ഒന്നിനും മറുപടി പറയുന്നില്ല. താങ്കളോട് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ദൃശ്യമാധ്യമങ്ങളെ കുറിച്ച് വലിയ വിമർശനം വരുന്നുണ്ട്. എന്ത് വിമർശനമാണ്? ഞാൻ അതാണ് അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. എന്നെക്കാളും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും. അതെങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റും? ഞാൻ ഉപയോഗിക്കുന്നതിന്റെ വോളിയം എങ്ങനെയാണ് താങ്കൾക്ക് അറിയുക? താങ്കൾ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെങ്ങനെ വിശ്വസിക്കുക? താങ്കൾ എന്താ കണ്ടത്? എന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം താങ്കൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എന്താണ്? ഇപ്പൊ തന്നെ താങ്കളുടെ ഓരോ ചോദ്യങ്ങളും, ഇപ്പൊ അഷഫിക്കാരത്താണെങ്കിലും ബഷീറിക്കാരത്താണെങ്കിലും എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത്. അത് താങ്കൾ ഈ സോഷ്യൽ മീഡിയ മാത്രം കാണുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത കാണല്ലേ? വാർത്ത കാണണമെങ്കിൽ ഒന്നുകിൽ പത്രങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ടെലിവിഷൻ കാണുക, അല്ലെങ്കിൽ റിസർച്ച് പുസ്തകങ്ങളുണ്ട്. അങ്ങനെയാണ്. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ സെർച്ച് ബേസ്ഡ് വാർത്തകളുണ്ടല്ലോ, അതാണ് നിങ്ങളെയൊക്കെ ഈ അപകടത്തിൽ ചെന്നെത്തിക്കുന്നത്. അതാണ് ഈ പുതിയ തലമുറയുടെ പ്രശ്നമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വായിക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ അതിന്റെ മാസ്റ്റേഡ് മുതൽ പ്രിന്റർ ആൻഡ് പബ്ലിഷ് വരെയുള്ള വായിക്ക്. ടെലിവിഷൻ കാണുമ്പോൾ അതിന്റെ ബുള്ളറ്റിൻ മുഴുവനായി കാണും. വാർത്താ സമ്മേളനങ്ങൾ തത്സമയം കാണിക്കുന്നുണ്ട്, സംഭവവികാസങ്ങൾ തത്സമയം കാണിക്കുന്നത്, അത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ചർച്ചയിൽ പങ്കെടുക്കുക. എന്നാലേ ഒരു സമഗ്രത ഉണ്ടാവുള്ളൂ. തുടരുക. ഇവിടെ ഇതാണ് വിഷയം. നോക്കൂ, ഇതൊരു വലിയ, ഇതിപ്പോ ഹസീബ് പറയുന്നതിനെ നമ്മൾ പരിഹസിച്ചിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വലിയ സമൂഹത്തിൽ നന്നായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇന്ന്. ദിലീപിന് അനുകൂലമായി വരുന്നവരുണ്ട്, ദിലീപിനെതിരായി വരുന്നവരുണ്ട്. രണ്ടുപേരും എക്സ്ട്രീം സ്റ്റെപ്പാണ് എടുക്കുന്നത്. അതിന് നടുവിൽ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് സ്വീകരിക്കേണ്ടത്. അല്ല, സ്വാഭാവികമായിട്ട് ഹസീബ് പറഞ്ഞതിൽ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിഷ്വൽ മീഡിയയിൽ കൂടെ ഇയാൾ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ട് ഇറക്കുന്നു, കാണിക്കുന്നത്, കരയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം കണ്ട് ചിലർക്ക് കുറച്ച് സിമ്പതി വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് തീർച്ചയാണ്. പക്ഷെ അത് വരുന്നതിന് ഇത് കൊണ്ടുവരുന്നതിന് മുമ്പേ ഞങ്ങൾക്കറിയാം വരുമെന്ന്. അങ്ങനെ വന്നാൽ ഇത് കൂടും തോറും കൂടുതൽ വരും. ആ സമയത്താണ് ഇവർ ഇതിലോട്ട് സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങുന്നത് കറക്റ്റ് ടൈമിൽ. പക്ഷെ അതൊരു നടപടിക്രമം. ശ്രീ സുഭാഷ് ബാബു, അങ്ങനെ അല്ലാതെ പോലീസിന് വേറെ മാർഗമുണ്ടോ? ഇപ്പൊ ദിലീപ് ആയതുകൊണ്ടാണ്. താങ്കളോ ഞാനോ ആയിരുന്നെങ്കിൽ ഈ മീഡിയ ഉണ്ടാവില്ല, ഈ കൂവാൻ ജനക്കൂട്ടം ഉണ്ടാവില്ല. കാരണം ഞാനും താങ്കളും ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് ദിലീപ് ആകുമ്പോൾ, ഒരു ജനപ്രിയ നടനാകുമ്പോൾ അവിടെ കൂവാൻ ആൾ വരുന്നു എന്നുള്ളത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ മറ്റു മാർഗങ്ങളുണ്ടോ? ഉണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള ഇത് സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം മുമ്പ് അദ്ദേഹത്തിനെ കാണാനും അഭിനന്ദിക്കാനും വരുന്ന ആളുകളുടെ മാതിരി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാൻ ഒരു വിഭാഗം വരും. പിന്നെ അദ്ദേഹത്തിനോട് വിദ്വേഷമുള്ള ആളുകളൊക്കെ കരുതിക്കൂട്ടി സ്വമേധയോ അല്ലെ മറ്റാളുടെ സഹായത്തോടു കൂടി ഇത് ചെയ്യും. ഇതൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ആളുകൾ കൂടാൻ, ആളുകൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ പോലീസിന് കൊണ്ടുപോയി തെളിവെടുക്കാം. അതുപോലെ തന്നെ ഈ തെളിവെടുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും കേസിൻ്റെ തെളിവിലേക്ക് സഹായകമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ചൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനും, അതുപോലെ തന്നെ ഈ സ്ഥലത്തൊക്കെയാണ് ഇത് സംഭവം നടന്നത് എന്ന് കേസ് ഡയറിയിൽ പ്രതി സമ്മതിച്ചു എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയയൊക്കെ നടക്കുന്നത്.
അവിടുന്ന് എന്തെങ്കിലും കണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ കസ്റ്റഡി സമയത്ത് ചോദ്യം ചെയ്യിച്ചിട്ട് ഏതെങ്കിലും പുതിയ വസ്തുതകൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിൻ്റെ രണ്ടെണ്ണത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നത് പോലും അദ്ദേഹത്തിലൂടെ അല്ല തെളിവ് മറ്റാളുകൾ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നോക്കൂ, ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു, അദ്ദേഹം SP ആയി റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. ദിലീപിനെ ഇപ്പോൾ തൃശ്ശൂർ ടെന്നീസ് ക്ലബ്ബിൽ കൊണ്ടുപോകുന്നു, എറണാകുളത്ത് അബാദ് പ്ലാസയിൽ കൊണ്ടുവരുന്നു, തൊടുപുഴയിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് എന്താണ്, അബാദ് പ്ലാസയിൽ ഇറക്കി, ടെന്നീസ് ക്ലബ്ബിലും കുറച്ച് നേരത്തേക്ക് ഇറക്കി, പലതും പോലീസ് വാനിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇത് ശരിയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പോലീസ് സിസ്റ്റം. എങ്കിലും ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ക്രിയാത്മകമായി, സുഭാഷ് ബാബുവിൻ്റെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും, ക്രിയാത്മകമായി എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? മാത്രമല്ല, ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ വലിയ പ്രമാദമായ കേസുകളിലെ പ്രതികളെ പോലീസ് നേരത്തെ അറിയിച്ചിട്ടല്ല പോവുക. നമ്മൾ മാധ്യമങ്ങൾ തന്നെ അവിടെ കാത്തു നിൽക്കാറുള്ളത് അത്തരം കേസുകളിൽ പോലീസ് ഇന്നോ നാളെയോ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോസ്റ്റിംഗ് ആണ് അവിടെ. ഇവിടെ ദിലീപിൻ്റെത് നമുക്ക് നേരത്തെ അവൈലബിൾ ആണ്. ഇത്ര സമയത്ത് ഇവിടെ തൊടുപുഴയിൽ കൊണ്ടുവരുന്നു, അവിടെ നിന്ന് എറണാകുളത്തെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുവരുന്നു, അവിടുന്ന് അബാദ് പ്ലാസയിലേക്ക് കൊണ്ടുവരുന്നു, അവിടുന്ന് ആലുവ പോലീസ് ക്ലബ്ബിലേക്ക്. ഈ നില ഒഴിവാക്കാവുന്നതല്ലേ ഉള്ളൂ ദിലീപിൻ്റെ കാര്യത്തിൽ. അല്ല, ഞാൻ നികേഷ് പറയുന്നത് പിന്നെ ഇങ്ങനെ എവിടെ പോകുന്നു എന്നത് പോലീസ് ടീം മാധ്യമങ്ങളെ അറിയിക്കുന്നുണ്ടോ എന്നാണോ പറയുന്നത്? അല്ല, പോലീസ് ടീം മാധ്യമങ്ങളെ അറിയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി ഔദ്യോഗികമായി സംവദിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. മാധ്യമങ്ങൾക്ക് അറിയാം ഏറ്റവും കുറഞ്ഞത്. കാരണം അതുകൊണ്ടാണല്ലോ അവിടെ DSNG വാനുകൾ, OB വാനുകൾ തയ്യാറായി നിൽക്കുന്നത്. അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങളത് ശേഖരിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അവര് പിന്നെ ഇപ്പൊ ഈ കോൺസ്പിറസി ആംഗിളിൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത്തരത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് ഓഫ് ഹാൻഡിൽ അങ്ങനെ ഒരു റിക്വയർമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റാത്തതിന്റെ കാരണം പോലീസ് കാണുന്ന രേഖകൾ, പോലീസ് കാണുന്ന തെളിവുകൾ നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കാമായിരുന്നുവെങ്കിൽ ഒഴിവാക്കണമായിരുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നതുകൊണ്ട് അവര് അത് റിക്വയർഡ് ആണ് എന്ന് ബോധ്യത്തോടെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവര് കൊടുക്കുന്ന ഫൈനൽ റിപ്പോർട്ട്, അവര് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ചാർജ് ഷീറ്റിലെ കണ്ടൻസിൽ ഇതെല്ലാം ഉണ്ടാവും, ഇന്നടത്ത് പോയി എന്നും ഒക്കെ എഴുതി ചേർക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇതിലൊന്നും പ്രസക്തമല്ല. അത് എന്ത് എഴുതി ചേർക്കുന്നു, എന്ത് 161 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു എന്നതല്ല പ്രസക്തി, എന്ത് തെളിവുകളുണ്ട് എന്നുള്ളതിന്റെ പ്രസക്തിയാണ്. ഈ കൊണ്ടുപോക്ക് കൊണ്ട് തെളിവുകൾ ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. അത് പോലീസിന് മാത്രം അറിയാം. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഗുണം ഇതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പോലീസിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായ സീക്രസിയിൽ മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് കരുതാം തൽക്കാലം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ മറച്ചു വെച്ചു, ഒരാൾ പറഞ്ഞല്ലോ എന്താ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത്, ഞാൻ ഒരു സീനിയർ പത്രലേഖന പ്രവർത്തനമായിട്ടുള്ള നികേഷിനെ പോലുള്ള ആളുകൾ ചർച്ചയിലിരിക്കുന്ന സമയത്ത് ബാലൻസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ വേവലാതി രണ്ട് ഭാഗവും ബാലൻസ് ചെയ്ത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ വേവലാതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ചർച്ച ഇപ്പോൾ ദിലീപിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്, ആ ചർച്ച തന്നെ അങ്ങ് ഒഴിവാക്കി കൂടെ എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ചിന്തയില്ല നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഉള്ളവർ അതല്ല മീഡിയ ഇത് ഇങ്ങനെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെയെങ്കിലും എത്തിച്ചേർന്നത് ചിന്തിക്കുന്ന ഒരു വിഭാഗവും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന അതിനകത്ത് നമ്മളൊക്കെ കാണുന്നുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ ഉള്ള ഒപ്പീനിയൻസ് വരുന്നുണ്ട്. പക്ഷെ ഒപ്പീനിയൻസ് എന്തായിരുന്നാലും ശരി, നമുക്ക് അത് നമ്മുടെ പരിമിതി, ലിമിറ്റുകൾ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ റെസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ ചർച്ചകൾ ചെയ്യുക. എന്നാൽ ആ ചർച്ചകൾ ഒഴിവാക്കാതിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അവർക്ക് വേണ്ട എന്ത് സപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണോ ആ സപ്പോർട്ട് സൊസൈറ്റിയും കൊടുക്കണം. അത് കൊടുക്കുന്നതിൽ നമുക്കൊക്കെ റോളുണ്ട്. നമ്മളും കുറെ റെസ്ട്രെയിൻസ് വേണം. അപ്പൊ ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അങ്ങ് അടിച്ചുവിട്ട് കഴിഞ്ഞാൽ, അത് പറയുന്നതിലൂടെ പോലീസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതും തെറ്റാ. കാരണം അവർ വളരെ പെയിൻ എടുത്ത് ചെയ്യുന്ന ചില ജോബാണ്. അവരെന്താ ചെയ്യുന്നത് വ്യക്തമായി അറിയാതെ ഞാൻ അഭിപ്രായം പറയാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ റെസ്ട്രെയിൻസ് വെച്ചുകൊണ്ട് മാത്രം ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ് അത്. ശ്രീ ലിബർട്ടി ബഷീർ, നോക്കൂ, നാളെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗം, പ്രതിഭാഗത്തിൻ്റെ ഭാഗം. സോറി, ഞാൻ ആലപ്പി അഷ്റഫിനോടാണ് ചോദിച്ചത്. പോലീസിൻ്റെ ഭാഗം, പ്രതിഭാഗത്തിൻ്റെ ഭാഗം. അവിടെയാണ് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ രണ്ട് പക്ഷത്തിൻ്റെയും വാദങ്ങൾ പറഞ്ഞത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ പറയുന്ന മാനുഷിക പരിഗണന അദ്ദേഹത്തിന് കിട്ടേണ്ടതില്ല എന്ന് താങ്കൾ വിശ്വസിക്കാനുള്ള കാരണം എന്താ? ഞാൻ ഇപ്പം ദിലീപ്
പസീബൊക്കെ വിശ്വസിക്കുന്നത് കുറ്റവാളി അല്ല, അല്ലെങ്കിൽ ആകുന്നവരെ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഞാൻ 100% ദിലീപ് കുറ്റവാളി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വിശ്വസിക്കാനുള്ള അവകാശം എനിക്കില്ല. വിശ്വസിക്കുന്നില്ല എന്ന് ഉള്ള അവകാശം പോലെ തന്നെ വിശ്വസിക്കാനും എനിക്ക് അവകാശമുണ്ട്. കാരണം ഞാൻ അതിനൊക്കെ ചില കാരണങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ. അത് വെച്ചാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കുറ്റവാളിയാണ്. ഇനി അദ്ദേഹം കുറ്റവാളി അല്ലാതെ വന്ന് തിരിച്ചു വന്നാൽ അദ്ദേഹം പറയുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. അതും ചലഞ്ച് ചെയ്യാം. കാരണം അങ്ങനെ വരത്തില്ല. കാരണം ഇന്ന് മേലെ പോയി ഇനി ഇവിടെ പോലീസ് വന്നില്ലേ, ഞങ്ങൾ CBIക്ക് പോകും വീണ്ടും. ഞാൻ പോയി വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് CBI കേസ്. ശരിക്കും എനിക്ക് ഞാൻ അനുകൂലമായ വിധി ഉദ്യോഗ സ്ഥലത്തൊക്കെ ചോദിച്ചാൽ അറിയാം. വളരെ പ്രമാദമായ കേസിന് ഞാൻ തന്നെ പോയി എല്ലാം ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പോയിട്ട് റൂട്ടെല്ലാം എനിക്കറിയാം. ഞാനിത് പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് പോകുന്നില്ലെങ്കിൽ. അത് കഴിഞ്ഞാൽ ഇയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ ദിലീപ് പറയുന്ന ഏത് വേദിയിലും വന്ന് നിന്ന് എന്ത് ശിക്ഷ തന്നാലും ഞാൻ അനുസരിക്കാൻ. അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ആലപ്പി അഷ്റഫ്, സുഭാഷ് ബാബു, ആസിഫ് ഹനീഫ്, ലിബർട്ടി ബഷീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.